വികസന വഴികളിൽ നിർമ്മിതമാകുന്ന പാലങ്ങൾ നാടിന് ഉപകാരപ്രദം തന്നെയെന്നതിൽ സംശയമില്ല. പക്ഷേ ഇതിന് പിന്നാലെ വരുന്നത് ടോൾ എന്ന വലിയ ദുരിതം. ടോൾ ഗേറ്റുകളിൽ കാത്തുകിടന്ന് കാശ് നൽകാതെ മറുകരയെത്താനാവില്ല. ഇത് ദീർഘകാലം തുടരുന്നതാണ് പൊതുവെയുള്ള സ്ഥിതി. സമയവും മിനക്കെടുത്തി ടോൾ കൊടുത്തു മുടിയുമ്പോൾ ജനത്തിന് പ്രതിഷേധിക്കേണ്ടി വരുന്നു. പലയിടങ്ങളിലും ഇപ്പോഴും ഇത്തരം പ്രതിഷേധ സമരങ്ങൾ തുടരുന്നു. MLA-മാരുൾപ്പെടെ ഇപ്പോഴും പലരും സമരത്തിലാണ്. ഒരു കാലത്ത് ആറ്റിങ്ങൽ നഗരത്തിലൂടെ കടന്നുപോയവരും ഇത്തരമൊരു ടോൾ ദുരിതം പേറിയവരാണ്. ഇത് 30 വർഷം മുമ്പുള്ള കഥയല്ല, കാര്യമാണ്. 1988 ഡിസംബർ 22-നാണ് ആറ്റിങ്ങലിലെ മാമംപാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്നത്തെ മന്ത്രി TK ഹംസയായിരുന്നു ഉദ്ഘാടകൻ. ഉത്സവഛായയിൽ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ടോൾ സംവിധാനവും നിലവിൽ വന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇതിനൊരു അറുതിയുണ്ടായില്ല. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. ഒടുവിൽ ശരത്ചന്ദ്ര പ്രസാദ് എന്ന കോൺഗ്രസ് നേതാവ് സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ശരത്ചന്ദ്ര പ്രസാദ് എന്ന കോൺഗ്രസുകാരൻ്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു ഇത്. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ നിരവധി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടന്നു. പക്ഷേ ടോൾ ദുരിതത്തിന് അറുതിയുണ്ടായില്ല. എന്നാൽ ശരത്ചന്ദ്ര പ്രസാദ് എന്ന യുവ പോരാളി പിന്മാറിയില്ല. നിശ്ചയദാർഢ്യത്തോടെ പതറാതെ പ്രക്ഷോഭ പരിപാടികൾ തുടർന്നു. ഒടുവിൽ 1995-ൽ ടോൾ നിർത്തലാക്കിക്കൊണ്ടുള്ള ഓർഡർ വന്നു. അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരനായിരുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ലീഡറെ സമീപിച്ചതോടെയാണ് കാര്യങ്ങൾ പുരോഗമിക്കാൻ തുടങ്ങിയത്. മാമംപാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കി എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് എൻ്റെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ ഇനം മാമംപാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കും എന്നതായിരുന്നു. കാരണം അത് ഈ മണ്ഡലത്തിൽ എവിടെ ചെന്നാലും ജനങ്ങൾ എന്നോട് പറഞ്ഞത് മാമംപാലത്തിൽ ഒരു കലങ്ക് പോലെ പാലം കെട്ടിയിട്ട് എത്ര കാലമായി ഇത് പിരിക്കുന്നു, ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അന്നത്തെ ഒരു യുവജന വിദ്യാർത്ഥി നേതാവ് എന്നുള്ളതിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ MLA ആയതിനു ശേഷം ഈ ടോൾ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനുമായിട്ട് പോലും അവിടെ നിൽക്കുന്ന ആളുകൾ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർക്കൊക്കെ ഒരു തലവേദനയായ സമയമാണ്. ടോൾ നാട്ടുകാർ തന്നെ എടുത്തു മാറ്റിയ സമയമുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ ലീഡറോട് ഈ കാര്യം പറഞ്ഞു. ലീഡർ ജനകീയ സമരങ്ങൾക്ക് മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ആറ്റിങ്ങിൽ നിന്ന് 10-300 കാറുമായി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയി സമരം നടത്തി. സെക്രട്ടേറിയറ്റ് കാറുകൾ കൊണ്ട് വളയുന്ന സമരമടക്കം വിഭിന്നങ്ങളായ സമരങ്ങൾ നമ്മൾ നടത്തി. ഒടുവിൽ ലീഡർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് വരുന്ന ദിവസമായിരുന്നു ലാസ്റ്റ് ക്യാബിനറ്റ്. ആ ലാസ്റ്റ് ക്യാബിനറ്റ് വരുമ്പോൾ ഞാൻ ലീഡർ ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞു, അന്നത്തെ ക്യാബിനറ്റിൽ മാമംപാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കുന്ന കാര്യം വന്നിട്ടില്ല. സ്വാഭാവികമായി അന്ന് ലീഡർ ഡൽഹിയിൽ നിന്ന് വന്ന് ട്രിവാൻഡ്രത്ത് ഇറങ്ങുമ്പോൾ ഞാൻ എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നേരെ സെക്രട്ടേറിയറ്റിൽ വന്ന് അദ്ദേഹം മാമംപാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കാൻ എന്നോട് പറഞ്ഞു. ഒരു ലെറ്റർ പാഡിൽ അപ്പം തന്നെ ഫയലൊക്കെ അവിടെ ഇരുന്നോട്ട് ഒരു ഫ്രഷായിട്ടൊരു റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ലീഡറുടെ മുറി ഇരുന്നോട്ട് റിക്വസ്റ്റ് എഴുതി കൊടുത്തു. അത് ലീഡറുടെ പ്രൈവറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് മുറിയിൽ അന്ന് ചീഫ് സെക്രട്ടറി രാമേന്ദ്രൻ നായരായിരുന്നു, അവിടെ എത്തിച്ചു. അപ്പോൾ ലീഡറുടെ അന്നത്തെ ക്യാബിനറ്റ്, ലാസ്റ്റ് ക്യാബിനറ്റ്, എല്ലാ മന്ത്രിമാരുടെയും വെച്ച എല്ലാ അജണ്ടയും പൂർത്തിയായിട്ട് ഔട്ട്സൈഡ് അജണ്ട എന്തുണ്ട് എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ലീഡർ പറഞ്ഞു, ശരത്ചന്ദ്ര പ്രസാദ് ആറ്റിങ്ങൽ MLA തന്ന ടോളിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രി, 2 മന്ത്രിമാർ ടോൾ പിരിവ് നിർത്തലാക്കുന്നതിനെതിരായിരുന്നു. പക്ഷേ ലീഡർ ആ പേപ്പർ എടുപ്പിച്ചു, ചീഫ് സെക്രട്ടറി മേടിച്ചിട്ട് മാമംപാലത്തിലെ ടോൾ പിരിവ് ഈ ക്യാബിനറ്റ് നിർത്താൻ തീരുമാനിക്കുകയാണ്. ബാക്കി ഇനി ടോൾ പൈസ അടയ്ക്കേണ്ടത് ജനകീയ വികാരം കണക്കിലെടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ബാക്കി പൈസ അടയ്ക്കും എന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് പിറ്റേ ദിവസം ക്യാബിനറ്റിലോട്ട് വന്നപ്പോൾ അത് വന്നില്ല. പക്ഷേ ലീഡർ ചീഫ് സെക്രട്ടറി അന്ന് ശാസിച്ചിട്ട് അതുകൂടി എഴുതി ചേർത്താണ് ആ ലാസ്റ്റ് ക്യാബിനറ്റിൻ്റെ മിനിറ്റ്സ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് മാമംപാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കുന്നത്. മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെയും ശക്തമായ എതിർപ്പുകൾ അവഗണിച്ചാണ് K. കരുണാകരൻ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. K. കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയും മുമ്പ് എടുത്ത അവസാന തീരുമാനമായിരുന്നു ഇത് എന്നതും ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ ലീഡർ K. കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗിക തീരുമാനമായിരുന്നു മാമംപാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കുന്നത്. അന്ന് അദ്ദേഹം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ
അത് എന്നോടുള്ള ഒരു സ്നേഹവും എൻ്റെ ബുദ്ധിമുട്ടും നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പോലീസ് റിപ്പോർട്ടുകൾ ലീഡർക്ക് കിട്ടാറുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഉണ്ടാകുന്ന ടെൻഷൻ, അതിൽ ഞാൻ ഇടപെട്ടിട്ടുള്ള ടെൻഷൻസ് എല്ലാം എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ലീഡർ അന്ന് ആ ഒരു തീരുമാനം എടുത്തത്. അന്ന് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായതുകൊണ്ടാണ് മാമം പാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കാൻ കഴിഞ്ഞത്. അന്ന് ടി ശരത്ചന്ദ്ര പ്രസാദ് നടത്തിയ ശക്തമായ ഇടപെടലുകളും പോരാട്ടവും ആറ്റിങ്ങലിലെ പഴമക്കാർ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു. 1988 ആറ്റിങ്ങിനടുത്തുള്ള ഈ മാമം പാലം വന്ന് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ ന്യായമല്ലാത്ത രീതിയിലുള്ള ടോൾ പിരിവാണ് നടന്നത്. 88 മുതൽ 95 വരെ ഭീമമായ തുക പിരിക്കുകയുണ്ടായി. അന്ന് ശരത്ചന്ദ്ര പ്രസാദ് MLA നേതൃത്വത്തിൽ ഒരു നല്ല പ്രക്ഷോഭം നടത്തിയാണ് ഈ ടോൾ അവസാനിപ്പിച്ചത്. ഈ ഒരു ചെറിയ പാലത്തിന് വേണ്ടി എത്ര കോടി പിരിച്ചു എന്നുള്ള ഒരു കണക്കും വഴക്കും ഇല്ല. എന്തായാലും 95 ഇത് അവസാനിച്ച് കിട്ടിയത്. മാമം ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് 2 സ്ഥലത്തായിട്ട് തെക്കും വടക്കുമായിട്ട് 2 ക്യാബിൻ സ്ഥാപിച്ചുകൊണ്ട് മധ്യത്ത് മീഡിയൻ സ്ഥാപിച്ചുകൊണ്ട് ടോൾ പിരിവ് വരുന്നത്. അന്ന് ജനങ്ങൾക്കതൊരു ഭയങ്കര എതിർപ്പായിരുന്നു, ഒരു ആശങ്കയായിരുന്നു. മാത്രമല്ല, ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും കേൾവി പോലും ഇല്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പിരിവായിരുന്നു അന്ന് അവിടെ നടന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒരു കാറിന് 4 രൂപ, ഓൺ ദ വേ ആണെങ്കിൽ 4 രൂപയെ പറ്റുവാണ്. റിട്ടേണും കൂടെ എടുക്കുകയാണെങ്കിൽ അന്ന് 8 രൂപയോ 10 രൂപയോ പറ്റുകയാണ്. ലോറിക്കൊക്കെ അതനുസരിച്ച് ഓരോ വാഹനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. എൻ്റെ ബസ്സിനൊക്കെ 40 രൂപ വരെ അന്ന് 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈടാക്കുമായിരുന്നു. അത് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അന്ന് തിരുവനന്തപുരം എയർപോർട്ടിനെ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത്. വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ, ഗൾഫിൽ നിന്ന് വരുന്നവരെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടി കാറിലും മറ്റും വരുന്നവർ ഭയങ്കരമായ തുക കൊടുത്തുകൊണ്ട് ഈ ടോൾ പിരിവിനെ കഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം. അതവസാനം പരിസരവാസികൾക്കെല്ലാം വലിയ എതിർപ്പായി അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറി. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് MLA കരുണാകരൻ്റെയും ശ്രീ കെ കരുണാകരൻ്റെയും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു. അത് ജനങ്ങളുടെ തന്നെ ഒരു വിജയമായിരുന്നു.